നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട നടൻ സൗബിൻ ഷാഹിറിനെ ആദായ നികുതി വകുപ്പ് ഉടൻ ചോദ്യം ചെയ്യും. സൗബിന്റെ പറവ ഫിലിം കമ്പനി ഓഫീസിലും വീട്ടിലും നടത്തിയ പരിശോധനയിൽ 60 കോടിയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയിരുന്നു. വഞ്ചന കേസിൽ സൗബിൻ ഉൾപ്പെടെ മഞ്ഞുമൽ ബോയ്സ് സിനിമ നിർമ്മാതാക്കൾക്കെതിരെ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് നേരത്തെ പുറത്തുവന്നിരുന്നു. നിർമ്മാതാക്കൾ നടത്തിയത് മുൻധാരണ പ്രകാരമുള്ള ചതിയെന്ന് പോലീസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഉമേഷ്, ഈ വിഷയത്തിൽ ഇപ്പോൾ അന്വേഷണം ശക്തമായിട്ട് പോകുന്നുണ്ട്. ആദായ നികുതി വകുപ്പ് വ്യക്തമായ രീതിയിൽ ഇക്കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുമുണ്ട്. എന്താണ് സൗബിൻ ഷാഹിറിനെ ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന കാര്യം? അത് ഉടൻ തന്നെ ഉണ്ടാകുമോ? പ്രിയ, ഈ സൗബിൻ ഷാഹിറിനെ ഉടൻ ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. കാരണം ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ആദായ നികുതി വകുപ്പ് സൗബിൻ ഷാഹിറിൻ്റെ വീട്ടിലും സൗബിൻ്റെ ഉടമസ്ഥയിലുള്ള പറവ ഫിലിംസ് കമ്പനിയുടെ ഓഫീസിലുമൊക്കെ വിശദമായ പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയിൽ വൻതോതിൽ നികുതി വെട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ ഏതാണ്ട് 150 കോടിയാണ് ഗ്രോസ് കളക്ഷൻ നേടിയത്. അങ്ങനെ ഒരു കളക്ഷൻ നേടിയ ചിത്രം ഏതാണ്ട് 65 കോടിയോളം രൂപ ആദായ നികുതിയായി കൊടുക്കണമായിരുന്നു. പക്ഷേ ആ ആനുപാതികമായ ആദായ നികുതി അടച്ചിട്ടില്ല. ഏതാണ്ട് അത്രയും കോടി രൂപയുടെ വെട്ടിപ്പ്, 65 കോടിയോളം രൂപയുടെ വെട്ടിപ്പ് സൗബിൻ നടത്തി, പറവ ഫിലിംസ് കമ്പനി നടത്തി എന്നുള്ളതാണ് ആദായ നികുതി വകുപ്പ് ഇതുവരെയുള്ള പരിശോധനയിൽ കണ്ടെത്തിയത്. അത് ഈ സൗബിൻ്റെ വീട്ടിലടക്കം കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഇത്തരത്തിൽ നിരന്തരം പരിശോധന നടന്നിരുന്നു. ആ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു സ്ഥിരീകരണത്തിലേക്ക് ആദായ നികുതി വകുപ്പ് എത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഈ സൗബിനെ വിളിച്ചു വരുത്തി ഇതിൽ വിശദീകരണം ചോദിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് ഉടൻ നൽകും എന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ തന്നെ ഈ മഞ്ഞുമൽ ബോയ്സ് സിനിമയ്ക്കെതിരെ അതിൻ്റെ നിർമ്മാതാക്കൾക്കെതിരെ ഇതിൽ നിർമ്മാണ പങ്കാളിയാക്കാം എന്ന് പറഞ്ഞിരുന്ന മറ്റൊരാൾ പരാതി നൽകിയിരുന്നു. അത് അരൂർ സ്വദേശി സിറാജാണ്. ഈ സിറാജിൻ്റെ പരാതിയിൽ മരട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും വിശദമായ അന്വേഷണം നടത്തി അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിലടക്കം സമർപ്പിക്കുകയും ഒക്കെ ചെയ്തു. ആ ഘട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വന്നതാണ്. ഈ സിറാജ് അടക്കമുള്ള മറ്റ് നിർമ്മാണ പങ്കാളിയാക്കാം എന്ന് പറഞ്ഞവരെയൊക്കെ അവരോടൊക്കെ വലിയ വിശ്വാസവഞ്ചന നടത്തിയിട്ടുണ്ട്. മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഒരു ചതിയാണ് ഉണ്ടായത് എന്നൊക്കെ പോലീസ് കണ്ടെത്തിയിരുന്നു. അതായത് ഇതിൻ്റെ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഈ സിനിമയുടെ ആദ്യഘട്ടം പൂർത്തിയായി എന്ന് പറഞ്ഞ് ഇവരിൽ നിന്നടക്കം പണം പിരിച്ചിട്ടുണ്ട്. ഈ സിറാജിൽ നിന്നടക്കം 7 കോടിയോളം രൂപയാണ് അന്ന് വാങ്ങിയെടുത്തത്. അന്ന് സിറാജിനടക്കം വാഗ്ദാനം ചെയ്തത് 40% ലാഭവിഹിതമാണ്. എന്നാൽ ലാഭവിഹിതം നൽകിയില്ല എന്ന് മാത്രമല്ല, ഒറ്റ പൈസ പോലും ഇവർക്കാർക്കും കൊടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 22 കോടിയോളം ചിലവായി എന്ന് ഈ മറ്റുള്ളവരെയൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ ചിലവായത് 19 കോടി രൂപയിൽ താഴെയാണ്. ആ തരത്തിലുള്ള ക്രമക്കേടും വിശ്വാസവഞ്ചനയും ഒക്കെ ഈ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇത്തരത്തിൽ കോടികളുടെ കള്ളപ്പണ ഇടപാടടക്കം നടന്നു എന്ന സൂചന ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസിൽ ഇഡിയും ആദായ നികുതി വകുപ്പും അന്വേഷണം ആരംഭിച്ചത്. അങ്ങനെ ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ വലിയ തോതിൽ നികുതി വെട്ടിപ്പടക്കം കണ്ടെത്തിയിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ സൗബിനടക്കമുള്ളവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ തന്നെയാണ് ഈ ഘട്ടത്തിൽ ആദായ നികുതി വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രിയ, വ്യക്തമാണ്. എന്തായാലും നടൻ സൗബിൻ ഷാഹിറിനെ ഉടൻ തന്നെ ആദായ നികുതി വകുപ്പ് ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അതിന്റെ വിശദാംശങ്ങളാണ് കൊച്ചിയിൽ നിന്നും ഉമേഷ് നൽകിയത്.